നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരവോടെ വിട നൽകി രാജ്യം. നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. പാലയൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ചാവക്കാട് SIക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത്തിന്റെ നടപടി നിയമപരമായി ശരിയെന്ന് പോലീസ് റിപ്പോർട്ട്. പാലയൂർ തീർത്ഥകേന്ദ്രം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വർഷങ്ങളുടെ കാത്തിരിപ്പ് സഫലമാകുന്നു. പുന്നിയൂരിൽ ആധുനിക രീതിയിൽ സജ്ജമാക്കുന്ന പഞ്ചായത്ത് ആലാപ്പാലം വാതക ശ്മശാനത്തിന് നിർമ്മാണോദ്ഘാടനം ജനുവരി 2-ന്. നിർമ്മാണോദ്ഘാടനം രാഷ്ട്രീയ മുതലെടുപ്പെന്ന് UDF. പുന്നിയൂർ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. കുടുംബ തർക്കത്തെ തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കാറിൽ പിന്തുടർന്ന് ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് വെച്ചും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി പരിസരത്ത് വെച്ചുമാണ് ദമ്പതികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരവോടെ വിട നൽകി രാജ്യം. നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി മോദിയും മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ചു. മൻമോഹൻ അമർ രഹെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ മുൻ പ്രധാനമന്ത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാവിലെ AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായിട്ടാണ് സംസ്കാരം നടക്കുന്ന യമുന തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, KC വേണുഗോപാൽ, സിദ്ധരാമയ്യ, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ, മറ്റ് കേന്ദ്ര നേതാക്കൾ, MP മാർ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. പാലയൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ചാവക്കാട് SIക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. പാലയൂർ സെന്റ് തോമസ് പള്ളിയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത്തിന്റെ നടപടി നിയമപരമായി ശരിയെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. രാത്രി 9 മുതൽ പള്ളിമുറ്റത്ത് കരോൾ ഗാനം പാടുന്നത് SI വിലക്കിയിരുന്നു. പള്ളിമുറ്റത്ത് മൈക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലെന്ന് പറഞ്ഞാണ് SI താക്കീതു ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ SIക്കെതിരെ നടപടി വേണമെന്നായിരുന്നു CPM ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ആവശ്യം ഉൾപ്പെടെ തള്ളിക്കൊണ്ട് വിജിത്തിന് അനുകൂലമായ റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. SI ചെയ്തത് നിയമപരമായി ശരിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മൈക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലാത്തതിനാലാണ് തടഞ്ഞതുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ശബരിമല ഡ്യൂട്ടിയിലുള്ള വിജിത്തിനെ ഇതിനുശേഷം എരുമപ്പെട്ടി SI ആയി നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. അതേസമയം SIയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പള്ളി അധികൃതർ വ്യക്തമാക്കി. CCTV ന്യൂസ്, ചാവക്കാട്. പാലയൂർ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയ സംഭവം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പാലയൂർ പള്ളിയിലെത്തി. ശനിയാഴ്ച വൈകിട്ട് 6:30 മന്ത്രി പള്ളിയിലെത്തിയത്. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുമായി അദ്ദേഹം സംസാരിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KR ബൈജു, ജനറൽ സെക്രട്ടറി ബോഷി ചാണാശ്ശേരി തുടങ്ങിയ നേതാക്കൾ മന്ത്രിയെ അനുഗമിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അപലപനീയമെന്ന് AP കാന്തപുരം മുസ്ലിയാർ. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ജീവാന്തരീക്ഷം ഉറപ്പാക്കണം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷമാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് തങ്ങളുടെ നിലപാട്. വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അതിന് ആരും വളം വെച്ചു കൊടുക്കരുത്. കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലൂലിൽ ബുഖാരി പ്രാർത്ഥന നടത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, M മുഹമ്മദ് സഖാഫി എന്നിവർ സംസാരിച്ചു. സമ്മേളനം ഇന്നും നാളെയും തുടരും. രാവിലെ 10-ന് ഫ്യൂച്ചർ കേരള സമ്മിറ്റ് വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു.
വൈകുന്നേരം 5-ന് പൌരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പ്രഭാഷണം നടത്തും. നെക്സ്റ്റ് ജൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, കൾച്ചറൽ ഡയലോഗ് എന്നീ പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. 10,000 സ്ഥിരം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 25,000 അതിഥി പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിദിന സായാഹ്ന ആശയ സമ്മേളനവും നടക്കും. വിപുലമായ എക്സ്പോയും ദേശീയ പ്രതിനിധി സംഗമവും സമ്മേളനത്തിന്റെ ഭാഗമാണ്. CCTV ന്യൂസ്, കേച്ചേരി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായി 12 ദിവസങ്ങളായി നടക്കുന്ന ദ്വാദശദിന മഹാധന്വന്തരി യജ്ഞത്തിന് തുടക്കമായി. രാവിലെ 7 മണിക്ക് അരണി കടഞ്ഞ് അഗ്നി സംഭരിച്ച് ഹോമകുണ്ഡത്തിലേക്ക് പകർന്നതോടുകൂടിയാണ് യജ്ഞം ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നിരവധി വേദജ്ഞരും തന്ത്രി ശ്രേഷ്ഠരും പങ്കെടുത്തു. 12 ദിവസവും ഹോമാഗ്നി കെടാതെ സൂക്ഷിക്കും. ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനായി നടത്തുന്ന 3ാമത് ദ്വാദശദിന മഹാധന്വന്തരി ഹോമയജ്ഞം ജനുവരി 8-ാം തീയതി നവമി നാളിലാണ് പര്യവസാനിക്കുക. ജനുവരി 10-ാം തീയതിയാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. വർഷങ്ങളുടെ കാത്തിരിപ്പ് സഫലമാകുന്നു. പുന്നിയൂരിൽ ആധുനിക രീതിയിൽ സജ്ജമാക്കുന്ന പഞ്ചായത്ത് ആലാപാലം വാതക ശ്മശാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജനുവരി 2-ന് NK അക്ബർ MLA നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലാപ്പാലം പ്രദേശത്ത് 50 വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്മശാനമാണ് 1,25,53,000 രൂപ ചെലവഴിച്ച് നവീകരിക്കുന്നത്. 10 ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമതിലിന്റെ 3 ഭാഗത്തെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിനായി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതികൾ ലഭിച്ചിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹുവർഷ പദ്ധതിയായിട്ടാണ് ശ്മശാന നിർമ്മാണ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഭൂപ്രകൃതിയൊരുക്കൽ, മതിൽ, കമാനം, വൈദ്യുതീകരണം, സംസ്കരണ ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയ പ്രവൃത്തികൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. 6 മാസ കാലയളവിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്കും അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടവർക്കും പൂർണ്ണമായും സൗജന്യമായി ശ്മശാനത്തിൽ സേവനം നൽകുമെന്നും നിലവിൽ ശ്മശാനം ഉപയോഗപ്പെടുത്തിയവർ അസ്ഥികൾ പെറുക്കി നിമജ്ഞനം ചെയ്യുന്നത് ജനുവരി 10-ന് മുൻപായി അവസാനിപ്പിക്കണമെന്നും TV സുരേന്ദ്രൻ അറിയിച്ചു. 2020 അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി പുന്നയൂരിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തുടക്കം കുറിക്കുകയാണ്. 10-60 കൊല്ലമായി പ്രവർത്തിക്കുന്ന ശ്മശാനമാണ്. അത് വാതക ശ്മശാനമാക്കി നവീകരിക്കുന്നതിന് കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് വാതക ശ്മശാനം ആകണം എന്നുള്ളത്. വാതക ശ്മശാനമാക്കി നവീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ ജനുവരി മാസം 2-ാം തീയതി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുക. 1.25 കോടി രൂപ ചിലവഴിച്ചാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. പുന്നയൂർ പഞ്ചായത്തിലെ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം രാഷ്ട്രീയമായ മുതലെടുപ്പെന്ന UDF. വെള്ളിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. 2014 നിർമ്മാണോദ്ഘാടനം നടന്ന പുന്നയൂരിലെ ആധുനിക വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം നടത്തുന്നതിനു പകരം വീണ്ടും നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് ആരോപിച്ചായിരുന്നു UDFന്റെ വാക്കൌട്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനയിലൂടെ സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിൽ പരാമർശമാണ് നടത്തിയതെന്ന് ഇവർ ആരോപിച്ചു. പ്രസ്താവനയിൽ പ്രസിഡന്റ് മാപ്പ് പറയണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 2014 ഉദ്ഘാടനത്തിനു ശേഷം നിർമ്മാണം നടത്തുന്നതിന് നിയമപരമായുള്ള ചില ന്യൂനതകൾ ചിലർ വകുപ്പ് മേധാവികളുമായി പങ്കുവച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും പ്രദേശവാസികളെ പദ്ധതിക്കെതിരാക്കിയ LDF തങ്ങൾ അധികാരത്തിൽ വന്നാൽ പദ്ധതി ഇവിടെ നിന്നും ഉപേക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയെന്നും ഇതിന്റെ ഭാഗമായി പഞ്ചവടിയിലേക്ക് പദ്ധതി മാറ്റാൻ ശ്രമിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആധുനിക ശ്മശാന നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ഇതിനായി പിന്തുണ നൽകുമെന്നും അംഗങ്ങളായ MV ഹൈദരലി, C അഷ്റഫ്, അസീസ് മന്നലാങ്കുന്ന്, സുബൈദ പുളിക്കൽ, ജസ്ന ഷജീർ, ബിൻസി റഫീഖ്, ഷെരീഫ കബീർ എന്നിവർ പറഞ്ഞു. അതേസമയം പഞ്ചവടിയിൽ ശ്മശാനം നിർമ്മിക്കാൻ ഫണ്ട് വകയിരുത്തിയെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചാവക്കാട് ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും ചാവക്കാട് മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ബീച്ചിൽ ഡിസംബർ 30-31 തീയതികളിൽ നടത്താനിരുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷം മാറ്റിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. കേരളം ഉൾപ്പെടെ
സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയാണ് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷം ജനുവരി 4-5 തീയതികളിലായി നടത്തുമെന്നും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. സ്വയം താരതമ്യം ചെയ്യുകയാണ് ജീവിത വിജയത്തിന് അഭികാമ്യമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കുന്നംകുളത്ത് പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുകയായിരുന്നു കളക്ടർ. ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പം സ്കൂളിന് ഇപ്പം നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ട് പാരൻസ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നല്ലോണം പഠിക്കാൻ പറ്റുക, മറ്റേ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുക, അതെല്ലാം നിങ്ങൾ ചെയ്യുക. അതാണ് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാൻ സാധിക്കുക. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വയം താരതമ്യം ചെയ്ത് തിരുത്തി മുന്നോട്ടു പോകുന്നതാണ് ഉയർച്ചയിൽ സഹായകരം. സിവിൽ സർവീസിനെക്കുറിച്ചും കളക്ടറുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ചുമെല്ലാം കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് കളക്ടർ മറുപടി നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ പ്രതിഭാസംഗമം ഡിസംബർ 26-27 തീയതികളിൽ കുന്നംകുളം ചിറളയം BCG ഹൈസ്കൂളിലാണ് നടന്നത്. പ്രതിഭാസംഗമത്തിന്റെ 2ാം ദിവസമാണ് കളക്ടർ കുട്ടികളുമായി സംവദിക്കാനെത്തിയത്. 2 മണിക്കൂറിലേറെ സമയം കുട്ടികളുമായി സംവദിച്ച് ഉച്ചഭക്ഷണവും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. USS സ്കോളർഷിപ്പ് ലഭിച്ചവരിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയവരെ കണ്ടെത്തി അവരുടെ പ്രതിഭ വളർത്തുന്നതിനും സർവ്വതോന്മുഖമായ വികസനത്തിനും വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയത്. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV റഫീഖ്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ MV പ്രശോഭ്, M സീന, ഡോക്ടർ TS ബാബുരാജ്, അധ്യാപകരായ MK സോമൻ, AG അനിലൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാധനരായ 60 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. CCTV ന്യൂസ് കുന്നംകുളം. യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉമ്മിക്കുന്ന വടക്കൻ വീട്ടിൽ ദേവക്കിനെയാണ് എരുമപ്പെട്ടി SI U മഹേഷ് അറസ്റ്റ് ചെയ്തത്. നെല്ലുവായ് നാറാണത്ത് വീട്ടിൽ മുഹമ്മദ് ഹാരിസിനെയാണ് ഇയാൾ ആക്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം. ജോലി കഴിഞ്ഞെത്തിയ മുഹമ്മദ് ഫാരിസ് വീട്ടിലേക്ക് കയറി പോകുന്നതിനിടയിൽ വീടിന് സമീപം നിന്നിരുന്ന പ്രതിയും സംഘവും അസഭ്യം പറയുകയും കാര്യം തിരക്കിയപ്പോൾ മുഖത്ത് പലതവണ ഇടിക്കുകയുമായിരുന്നു. മൂക്കിന്റെ എല്ല് പൊട്ടിയ മുഹമ്മദ് ഫാരിസിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതി ദേവക് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പഴഞ്ഞി അയ്യൂർ ചീനിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പൂരത്തിന്റെ മുന്നോടിയായി വിവിധ ദിവസങ്ങളിൽ നാടകം, ഗാനമേള എന്നിവ ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയോടെ പ്രാദേശിക കമ്മിറ്റികളുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 11 ആനകൾ അണിനിരക്കും. ദീപാരാധനയ്ക്ക് ശേഷം തെയ്യം, തിറ, കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാത്രി നാടകവും ഉണ്ടാകും. പുലർച്ചെ പൂരത്തിന് ശേഷം കൊടിമരത്തിന് കീഴിൽ പറവെച്ച് കൊടിയിറക്കുന്നതോടുകൂടിയാണ് പൂരത്തിന് സമാപനമാവുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ CCTV പ്രാദേശിക ചാനലിലൂടെ പുരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. CCTVയുടെ YouTube ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടാകും. കേരള പഞ്ചായത്ത് അസോസിയേഷൻ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വയോജന സൗഹൃദ പഞ്ചായത്തിന്റെ തൃശൂർ ജില്ലാതല പരിശീലനം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, എഴുത്തുകാരൻ MT വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് പരിശീലനം ആരംഭിച്ചത്. കേരള പഞ്ചായത്ത് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷയായി. CEO KB മദൻമോഹൻ വിഷയാവതരണം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർ മാഗി അലോഷ്യസ്, J സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി, മുരിയാട്, കൊടകര, കടവല്ലൂർ, പടിയൂർ, അടാട്ട്, എരുമപ്പെട്ടി, പുന്നിയൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. കുടുംബ തർക്കത്തെ തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കാറിൽ പിന്തുടർന്ന് ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് വെച്ചും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി പരിസരത്ത് വെച്ചുമാണ് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. മുഹമ്മദ് ഇസ്മയിൽ, ഷിഫാസ്, ജുനൈദ്, മനാഫ് എന്നിവരെയാണ് എരുമപ്പെട്ടി SI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഹസീന ഷഹീബ്, അബ്ദുൽ ഖാദർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കുടുംബ തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ഹസീനയും ഷെഫീഖും സഞ്ചരിച്ച വാഹനത്തിന്റെ ചില്ല അടിച്ചു തകർത്തു. കടങ്ങോട് വെച്ചാണ് ആദ്യം ആക്രമണമുണ്ടായത്. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി ഷെഫീഖിനോടും ഭാര്യയോടും കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തേടാൻ ആവശ്യപ്പെട്ടു. ഇതോടെ ആശുപത്രിയിലെത്തിയ ഇരുവരെയും മറ്റൊരു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ ആക്രമികൾ ആശുപത്രിയുടെ കാർ പാർക്കിംഗിൽ വെച്ചും ആക്രമിച്ചു.
തുടർന്നാണ് എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷ്, കുന്നംകുളം ഇൻസ്പെക്ടർ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി 4 പേരെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ ഷെഫീഖിനും ഹസീനയ്ക്കും പരാതിയില്ലെന്ന് സ്റ്റേഷനിൽ എഴുതി നൽകിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിട്ടയച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. ചൂണ്ടൽ പഞ്ചായത്ത് 3-ാം വാർഡ് പാറന്നൂരിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവരുന്ന ഗ്രാമോത്സവത്തിന് ഞായറാഴ്ച സമാപനമാകും. ഡിസംബർ 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലായി വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂൾ, പാറന്നൂർ ചിറ പരിസരം, സെന്റ് ജോസഫ് ഇടവക ദേവാലയ അങ്കണം തുടങ്ങിയ വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. ഫൈസ് ഫുട്ബോൾ മത്സരം, ഷൂട്ടൌട്ട്, ചിത്രരചന, മെഹന്തി, തലയണയടി, ഷട്ടിൽ ടൂർണമെന്റ് തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. വെള്ളിയാഴ്ച പാറന്നൂർ പള്ളി അങ്കണത്തിൽ ഷട്ടിൽ, ബാഡ്മിന്റൺ, സിംഗിൾസ് മത്സരം നടന്നു. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൻവിൻ, ആശ്വിൻ എന്നിവർ വിജയികളായി. ഞായറാഴ്ച കാർഷിക മത്സരങ്ങൾ, വടംവലി എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന സമാപന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികൾക്ക് ശേഷം മത്സര വിജയികൾക്ക് സമ്മാന വിതരണം ഉണ്ടാകും. ചക്ക കൃഷി പഠിക്കാൻ കുറുമാൽ കുന്നിലെ ചക്കത്തോട്ടം സന്ദർശിച്ച് NCC വിദ്യാർത്ഥികൾ. വേലൂർ കുറുമാൽ കുന്നിലെ 5 ഏക്കറോളം വരുന്ന ചക്കത്തോട്ടം നേരിട്ട് കാണുവാനാണ് ജില്ലയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള NCC വിദ്യാർത്ഥികൾ എത്തിയത്. ചക്കത്തോട്ടം ഇവിടെ വന്നതിനു ശേഷം മണ്ണിലെ ജലാംശം കൂടിയതും ഓക്സിജന്റെ അളവ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുന്നൂർക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൈമാറി. ആൽത്തറ തടാകം ടൗൺഷിപ്പിൽ നടത്തിയ ചടങ്ങ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. ഭദ്രം കുടുംബസുരക്ഷാ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ വിതരണം ചെയ്തു. MV ജോസ്, IK സച്ചിദാനന്ദൻ, ജോജി തോമസ്, KM പ്രകാശൻ, VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, VK അബ്ദുൽ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു. ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ ചേർന്ന വ്യാപാരി മരിച്ചാൽ ആശ്രിതർക്ക് നൽകുന്ന 10 ലക്ഷം രൂപ 2 പേർക്കും 1 ലക്ഷം രൂപ വീതം 3 പേർക്കും അടക്കം 23 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും സാഹിത്യ ലോകത്തെ വിസ്മയം MT വാസുദേവൻ നായരുടെയും വിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, സെക്രട്ടറി സോണി സതീഷ്, മനോജ് V മേനോൻ, ടെസി ഷൈജോ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 3-ാം മഹാരുദ്രയജ്ഞം ജനുവരി 1-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രസന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കേരളത്തിലെ പ്രശസ്തരായ വേദപണ്ഡിതന്മാർ 11 വെള്ളിക്കലശങ്ങളിൽ പാൽ, തൈര്, അഷ്ടഗന്ധജലം, ഇളനീർ, ചെറുനാരങ്ങനീര്, കരിമ്പിൻനീര്, നല്ലെണ്ണ, തേൻ, നെയ്യ്, പഞ്ചഗവ്യം എന്നീ ദ്രവ്യങ്ങൾ നിറച്ച് ശ്രീരുദ്രമന്ത്രത്താൽ ചൈതന്യത്തെ ജീവകലശങ്ങളിലേക്ക് ആവാഹിക്കും. ഉഷപൂജയ്ക്കു ശേഷം ജീവകലശം മഹാദേവനെ അഭിഷേകം ചെയ്യും. മഹാവിഷ്ണുവിനും ഭഗവതിക്കും നവകാഭിഷേകവും നാഗങ്ങൾക്ക് നാഗപ്പാട്ട്, നാവോർപ്പാട്ട്, സർപ്പബലി എന്നിവയുമുണ്ടാകും. മഹാരുദ്രയജ്ഞത്തിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാർ ജനുവരി 8, 9, 10 തീയതികളിൽ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടക്കും. ദിവസവും അന്നദാനവും ഉണ്ടാകും. ജനുവരി 11-ന് വസോധാരയോടെ യജ്ഞം സമാപിക്കും. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി, ജ്യോതിശങ്കർ കൂടത്തിങ്കൽ, PS ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് അവരുടെ കാർമ്മികത്തിൽ നടക്കും. എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും മറ്റും
നടക്കുന്നുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നടരാജ മണ്ഡപത്തിൽ പ്രഭാഷണവും മറ്റ് വിശിഷ്യ കലാപരിപാടികളും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യേകം സർപ്പബലിയും ഉണ്ടായിരിക്കും. CCTV ന്യൂസ് ഗുരുവായൂർ. ബാലഗോകുലം പുന്നയൂർക്കുളം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആൽത്തറ രാമരാജ UPS സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ടൂർണമെന്റ് പുന്നയൂർക്കുളം പഞ്ചായത്ത് അംഗം ഗോകുൽ അശോക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ, താലൂക്ക് ഉപാധ്യക്ഷൻ PR സൂരജ്, താലൂക്ക് ഭഗിനി പ്രമുഖ രമിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. PB ബബീഷ് സ്വാഗതവും പ്രസാദ് പെരിയമ്പലം നന്ദിയും പറഞ്ഞു. KR രൂപേഷ്, KS അമർനാഥ്, പ്രജീഷ് കൗക്കാനപ്പെട്ടി, പ്രജിത്ത് അയോധ്യ, വേണു കാട്ടകാമ്പാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാശിയേറെ ടൂർണമെന്റിൽ സരസ്വതി ബാലഗോകുലം കുന്നത്തൂർ വിജയികളായി. ചിന്മയ ബാലഗോകുലം FC ചിറയൻകാട് റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി. മികച്ച താരമായി ഹാൽഷനെയും മികച്ച ഗോൾ കീപ്പറായി അഭിഷേകിനെയും തെരഞ്ഞെടുത്തു. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ബാലസംഘം തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചു. ബ്ലാങ്ങാട് സംഘടിപ്പിച്ച കാർണിവൽ ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഹിബ സഹറ അധ്യക്ഷത വഹിച്ചു. കൺവീനർ PP രണദേവെ, കോർഡിനേറ്റർ KU ജാബിർ, പ്രസന്ന രണദേവെ, ഉമ്മു റഹ്മത്ത്, TM ഹനീഫ, K രാധാകൃഷ്ണൻ, KR ആനന്ദൻ, K കാസിം, K അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം തിരുവത്ര മേഖലാ സെക്രട്ടറി ശരൺജിത്ത് സ്വാഗതവും യുബാന ഷെറിൻ നന്ദിയും പറഞ്ഞു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ ആഘോഷിച്ചു. പുകഴ്ച പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഭദ്രാസന മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ടായി. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ മാത്യൂസ് K ബർസോമ തുടങ്ങിയവർ സഹകാർമ്മികരായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം, നേർച്ച വിളമ്പൽ, യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനം എന്നിവ നടന്നു. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈക്കാരൻ ഷെറിൻ പോൾ, സെക്രട്ടറി ലിജോ T ജോസ്, പെരുന്നാൾ കമ്മിറ്റി കൺവീനർ ലാവോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർണിവൽ സംഘടിപ്പിച്ചു. വിവിധയിനം കലാപരിപാടികളും നാടൻ കളികളും കാർണിവലിൽ അരങ്ങേറി. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാലസംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി സഞ്ജയ് VS പതാക ഉയർത്തി. വില്ലേജ് പ്രസിഡന്റ് ശ്രീധ വിശാൽ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആമീൻ, വില്ലേജ് കൺവീനർ TS മണികണ്ഠൻ, കോർഡിനേറ്റർ ഷീജ സുദീപ്, നിധു ഷിബു എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ ചെറുതാലപ്പലിയോടനുബന്ധിച്ച് നടന്ന പഞ്ചാരി മേളം അരങ്ങേറ്റം ആസ്വാദകരുടെ മനം കവർന്നു. മേളപ്രമാണി വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രമാണത്തിൽ ഒരു വീട്ടമ്മയും 17 കുരുന്നുകളും ചേർന്ന് ഒരുക്കിയ പഞ്ചാരി മേളമാണ് വിസ്മയമായത്. പാറമേക്കാവ് ശരത്ത് വലന്തളയിലും ശ്രീനാഥ് ആനായ്ക്കൽ കുറുങ്കുഴലിലും ഗുരുവായൂർ സഞ്ജയ് ഇലത്താളത്തിലും വരവൂർ അപ്പു കൊമ്പിലുമായി അണിനിരന്നു. ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാർനാട്ട് ഉദ്ഘാടനം ചെയ്തു. ചെറുതാലപ്പലോടനുബന്ധിച്ച് ദീപാരാധനയ്ക്ക് ശേഷം ലക്ഷദീപം, വെള്ളരി പൂജ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ഗുരുതി, പൊങ്ങിലടി എന്നിവയും ഉണ്ടായിരുന്നു. ബാലൻ വാർനാട്ട്, P രാഘവൻ നായർ, A വിനോദ് കുമാർ, വിജയകുമാർ അകമ്പടി, അനിരുദ്ധ് കള്ളിവളപ്പിൽ, കൃഷ്ണപ്രസാദ് മനയത്ത് എന്നിവർ നേതൃത്വം നൽകി. സമഗ്ര വികസനത്തിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയ പെരുമ്പടപ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ സാജൻ C ജേക്കബിന് ജന്മനാടിന്റെ സ്നേഹാദരം. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവ സംഘടനകൾ ഒത്തുചേർന്ന ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് വി നാഗൽ ചാപ്പലിൽ സ്നേഹോപഹാരം സമ്മാനിക്കും. ബ്രദർ റോയ്സൻ I ചീരൻ, പാസ്റ്റർ MG മാനുവൽ, പാസ്റ്റർ അനിൽ തിമോത്തി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകും. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായിരുന്ന മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ വിവിധയിടങ്ങളിൽ അനുശോചന യോഗങ്ങൾ ചേർന്ന്. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, CPI ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ, മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി UV മുസ്തഫ, CMP കേച്ചേരി ഏരിയ സെക്രട്ടറി KS ബെന്നി, ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO സെബി എന്നിവർ സംസാരിച്ചു. മറ്റ് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ സർവകക്ഷി അനുശോചന യോഗം
KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലാത്ത്, അബു മുസ്ലിയാർ, ബദറുദ്ദീൻ, അബ്ദുറഹ്മാൻ, മഹേഷ് തിപ്പലശ്ശേരി എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രാമപുരം 2-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ രാമപുരം ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിന് പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ അധ്യക്ഷനായി. കാളി പെരുമ്പിള്ളിപ്പറമ്പിൽ തങ്കമ്മ കുമാരൻ, കാർത്തിക ചന്ദ്രൻ, രതിക രഘു, പ്രിജ പ്രേമൻ, സുരേഖ സുരേഷ്, സുനിത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ നടന്ന യോഗത്തിന് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി K ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ശങ്കരനാരായണൻ, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് സെക്രട്ടറി KR രാധിക, KJU ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KV ബാബു മാസ്റ്റർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VK രഘുസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത്, CPM ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ്, മുസ്ലിം ലീഗ് സെക്രട്ടറി RH മനാഫ്, CPI നേതാവ് ജോൺസൺ മാസ്റ്റർ, CMP ഏരിയ ജോയിന്റ് സെക്രട്ടറി KC ഹംസ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് യാത്രികരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. കേച്ചേരി മുസ്ലിം പള്ളിക്ക് സമീപത്ത് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടുകൂടിയാണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ മുണ്ടത്തിക്കോട് സ്വദേശി കൊരട്ടിക്കാട്ട് വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ ശ്രീദേവി, മകൾ പാർവതി എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്ത് നിന്ന് മുണ്ടത്തിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർദിശയിൽ നിന്ന് വന്ന കാറിടിക്കുകയായിരുന്നു. കേച്ചേരിയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്ന കാറിൽ ടെസ്റ്റ് ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കാറാണ് വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പിറകിലേക്ക് ഇറങ്ങിയ കാർ തൊട്ടുപിറകിലുണ്ടായിരുന്ന വാഹനത്തിലും പിറകിലെ വാഹനം സ്വകാര്യ ബസ്സിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ ശ്രീദേവിയെയും മകൾ പാർവതിയെയും കേച്ചേരി എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് നിന്ന് കേച്ചേരി വരികയായിരുന്നു. ഇവിടെ ബ്ലോക്കിൽ വണ്ടി നിർത്തിയിട്ടിങ്ങനെ വണ്ടി പോണ പയ്യൻ പെട്ടെന്ന് വന്നിട്ട് അവൻ്റെ വണ്ടി വന്നിട്ട് അറ്റടിയിരുന്നു. വന്നിട്ട് എൻ്റെ വണ്ടി അപ്പം ഇറങ്ങിയിട്ട് ബാക്കിലുള്ള ഒരു വണ്ടിയുടെ മുകളിൽ ഇടിച്ചു. ആ വണ്ടി ഒരു ബസ്സിൻ്റെ മുകളിൽ തട്ടി. അപ്പോൾ പയ്യൻ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് വരിക? തൃശ്ശൂരിൽ നിന്ന് വരിക. ഓക്കെ. ഏതാ വണ്ടിന്ന് അറിയോ? അത് മറ്റേ സാറ്റർഡേ. മന്ദലാംകുന്ന് EMS ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപക നേതാക്കളായ AK സുബൈർ, VK മുഹമ്മദ് ഉണ്ണി അനുസ്മരണം നടത്തി. മന്ദലാംകുന്ന് ബീച്ചിൽ നടത്തിയ സമ്മേളനം പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM പുന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V ഷമീർ അധ്യക്ഷത വഹിച്ചു. CPM നേതാവ് നാസർ കൊളായി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെയും വേർപാടിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് തേച്ചൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ഭാരവാഹികളായ NK ഗോപി, MA വഹാബ്, VK ഇർഷാദ്, CPM ബ്രാഞ്ച് സെക്രട്ടറി തുളസി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെൺമേനാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് ഞായറാഴ്ച സമാപനമാകും. ഒരുമനൂർ ഇസ്ലാമിക് സ്കൂളിൽ നടന്നു വന്നിരുന്ന NSS ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായി നടന്ന സംവാദം 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ലഹരിയെ തടയാൻ കളിസ്ഥലങ്ങൾ തിരിച്ചുപിടിക്കാൻ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് സ്റ്റൈജു മാസ്റ്റർ പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ K ഹുസൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം ഓഫീസർ NJ ആൻസി, അധ്യാപകരായ ഡോക്ടർ VV നിഷ, VJ ഷിജി, MT ദിൽ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളായ MF ഫാസിൽ, MA മർവ ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പ് യുവ 2024 സമാപിച്ചു. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വളണ്ടിയർമാർ ശേഖരിച്ച 240 പുസ്തകങ്ങൾ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലിന് കൈമാറി. ഇരിങ്ങപ്പുറം SMUP സ്കൂളിലാണ് 7 ദിവസത്തെ ക്യാമ്പ് നടന്നത്. കണ്ടാണിശ്ശേരി വില്ലേജ് ഓഫീസ് പരിസരവും ആർത്താറ്റ് ഹെൽത്ത് സെന്റർ പരിസരവും വളണ്ടിയർമാർ ശുചിയാക്കി. 400 പച്ചക്കറി തൈകൾ ഉപയോഗിച്ച് വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിച്ചു നൽകി. മുതിർന്ന പൌരന്മാരെ സന്ദർശിച്ച് സമയം ചിലവഴിച്ച് പ്രാദേശിക ചരിത്രം കുട്ടികൾ മനസ്സിലാക്കി. ലഹരിക്കെതിരായി കൂട്ടുകൂടി നാടുകാക്കാം എന്ന സന്ദേശത്തോടെ ആശാരിപ്പടിയിലും ചൊവ്വലൂർപ്പടി അങ്ങാടിയിലും ലഹരിവിരുദ്ധ തെരുവ് നാടക അവതരണം, മൈം, ഫ്ലാഷ് മോബ് എന്നിവ അവതരിപ്പിച്ചു. സമാപന സമ്മേളനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു.
വാർഡ് കൌൺസിലർ ഷീജ ഭരതൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് P. മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് TA പ്രേമരാജൻ, SMUP സ്കൂൾ പ്രധാനാധ്യാപകൻ KS സജീവൻ, പ്രിൻസിപ്പൽ VB ശ്യാം, പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശീന്ദ്രൻ, വളണ്ടിയർമാർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ആളൂർ യുവജന സമാജം വായനശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിന് ചിത്രകാരൻ ജോൺസൺ നമ്പഴിക്കാട് നേതൃത്വം നൽകി. കുട്ടികളിലെ സർഗ്ഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ 44 കുട്ടികൾ പങ്കെടുത്തു. വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സെക്രട്ടറി ഗംഗാധരൻ മാസ്റ്റർ, പ്രോഗ്രാം കൺവീനർ PR സത്യപാലൻ എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരാക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ 10ാം ഉദയം നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലത്ത് നടന്ന ശീവേലി എഴുന്നള്ളിപ്പിന് കലാമണ്ഡലം ശ്രീജിത്ത്, വെളപ്പായ നന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ദേവസ്വം ശ്രീരാമൻ എന്ന കൊമ്പൻ ഭഗവതിയുടെ തിടമ്പേറ്റി. സന്ധ്യയ്ക്ക് മുണ്ടത്തിക്കോട് കണ്ണന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചവാദ്യം, തുടർന്ന് തിരുവാതിരക്കളി എന്നിവ ഉണ്ടായി. വൈകിട്ട് നടന്ന പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പിൽ തെക്കുമുറി വടക്കുമുറി ദേശക്കാർ താലപ്പൊലിയിൽ അണിനിരന്നു. കോമരം മാരാത്ത് വാസുദേവന്റെ വെളിപാടോടുകൂടിയാണ് ചടങ്ങുകൾ സമാപിച്ചത്. അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേവസ്വം ഓഫീസർ A. സുരേഷ്, സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ കുഞ്ഞു പൈതങ്ങളുടെ ദിനാചരണം നടന്നു. ഇടവകയിലെ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിലാണ് കുഞ്ഞു പൈതങ്ങളുടെ ദിനാചരണം നടത്തിയത്. സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ നടന്ന ദിനാചരണത്തിന് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ മുഖ്യ കാർമ്മികനായി. മാതൃവേദി ഭാരവാഹികളായ നീന ബെന്നി, ട്രിൻസി ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ബത്ലഹേമിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ തുടർന്ന് ഹെറോദസ് രാജാവ് പിഞ്ചുകുഞ്ഞുങ്ങളെ ദയാദാക്ഷിണ്യമില്ലാതെ വകവീർത്തന്റെ ഓർമ്മയിലാണ് കുഞ്ഞു പൈതങ്ങളുടെ ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണത്തിൽ നിരവധി കുട്ടികളും രക്ഷിതാക്കളും സംബന്ധിച്ചു. വേലൂർ ഡിവൈഎഫ്ഐ BKN യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ CA പരീക്ഷ വിജയിച്ച സംഘടനാ പ്രസിഡന്റ് കൂടിയായ അനന്യ ശർമ്മയെ അനുമോദിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അബിൽ ബേബി മൊമന്റോ കൈമാറി. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗവും വേലൂർ മേഖലാ സെക്രട്ടറിയുമായ ബിബിൻ KP, വേലൂർ മേഖലാ പ്രസിഡന്റ് വിനിൽ TS തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി ശ്രീനാരായണ ഗുരുദേവ മന്ദിരം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എളവള്ളിക്കാവ് വാദ്യകലാ ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. വടക്കുഭാഗം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ പഞ്ചാരി മേളം നടന്നത്. എളവള്ളിക്കാവ് വാദ്യകലാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം പൂർത്തിയാക്കി മാസങ്ങൾക്ക് മുൻപ് അരങ്ങേറ്റം നടത്തിയ കുട്ടികളാണ് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ചെണ്ടയിൽ കൊട്ടിക്കയറിയത്. എളവള്ളി സാമ്പത്തികോദ്ധാരണ സംഘത്തിൽ വാർഷികോത്സവത്തിന്റെ ഭാഗമായി വെള്ളി ശനി ദിവസങ്ങളിൽ ഗുരുദേവ സന്നിധിയിൽ നടന്ന ഉത്സവ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരി മേളം അരങ്ങേറിയത്. തുടർന്ന് അന്നാഗാരജ് എന്ന നാടകത്തിന്റെ അവതരണവും ഉണ്ടായി. ജലം ജീവിതം ക്യാമ്പയിന്റെ ഭാഗമായി വെൺമേനാട് MASM സ്കൂൾ VHSC വിഭാഗങ്ങളിലെ NSS വളണ്ടിയർമാർ ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ TA ഉബൈദ്, സന്ധ്യ G നായർ, AJ സജിത്ത്, KK നിബു, ഡോക്ടർ K അബ്ദുൾ റസാഖ്, ജിംല ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ KSRTC ബസ്സുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. അമൃതമാണ് ജലമാണു പ്രാണന്റെ പ്രാണനാം വായുവെ പ്രകൃതിക്കു നൽകുന്ന ജീവധാര. ജലമാണു ജീവൻ, ജീവന്റെ ജീവൻ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രി അമിത് ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് P പരമേശ്വരൻ അധ്യക്ഷനായി. OB സുബ്രഹ്മണ്യൻ, PS പുരുഷോത്തമൻ, ആരിഫ സാബിർ, TK ശിവൻ, CL തോമസ് എന്നിവർ സംസാരിച്ചു. AM മുഹമ്മദ് കുട്ടി, TS ജയൻ, പരമേശ്വരൻ നായർ, KK മണി, KT രാജൻ, മഞ്ജുനാഥൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകും.
വിവിധ പ്രദേശങ്ങളിലെ തൊഴിലാളികൾ ചേർന്നാണ് പെയിന്റിംഗ് നടത്തുക. ചാലിശ്ശേരി, നാഗലശ്ശേരി, കപ്പൂർ, കടവലൂർ, ആലങ്കോട് പഞ്ചായത്തുകളിലെ 100 പെയിന്റിംഗ് തൊഴിലാളികൾ ഒറ്റ ദിവസം കൊണ്ട് കെട്ടിടത്തിന്റെ പുറംഭാഗത്തെ പെയിന്റിംഗ് പൂർത്തീകരിക്കും. ഞായറാഴ്ച രാവിലെ 6:30 ജോലികൾ ആരംഭിക്കും. മുഹമ്മദ് ഷാഫി അലിക്കര, അഷ്റഫ് ലിവ, ചാലിശ്ശേരി ഖത്തർ കമ്മിറ്റി, മൊയ്തു മാനുക്കാസ് എന്നിവരാണ് പെയിന്റിനാവശ്യമായ തുക നൽകിയത്. കെട്ടിടം സന്ദർശിച്ച ബ്രിട്ടീഷ് പെയിന്റ് കമ്പനി പ്രതിനിധി ഏറ്റവും കുറഞ്ഞ തുകയ്ക്കാണ് പെയിന്റ് നൽകിയത്. AM നൌഷാദിന്റെയും ഉമ്മർ ആലിക്കരയുടെയും നേതൃത്വത്തിൽ 30 പേർ ചേർന്ന് കെട്ടിടത്തിന്റെ ഉൾവശം മുൻപ് തന്നെ സൗജന്യമായി പെയിന്റ് ചെയ്ത് നൽകിയിരുന്നു. അജയൻ ചാലിശ്ശേരിയായിരുന്നു കളർ ഡിസൈൻ ചെയ്തത്. AM നൌഷാദ്, ഉമർ ആലിക്കര, രാജേഷ്, ഷിഹാബ്, TA സുഭാഷ്, രതീഷ്, മണി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാദീപ ദർശനം നടത്തി. മണ്ഡലകാല സമാപന ദിവസം മണ്ഡലപൂജയും ചുറ്റുവിളക്കിലും ശേഷമാണ് ക്ഷേത്രത്തിലും പരിസരത്തുമായി ആയിരക്കണക്കിന് ചിരാതുകൾ തെളിയിച്ചുകൊണ്ട് മഹാദീപ ദർശനം ഒരുക്കിയത്. ക്ഷേത്ര ഭരണസമിതിയുടെയും മാതൃസമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് ചാവക്കാട് ബ്ലോക്ക് തല മത്സരങ്ങൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രേണുക ജ്യോതി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നാടക പ്രവർത്തകൻ ഷാജി നിഴൽ, MC സുനിൽകുമാർ, KK മനോജ്, എറിൻ ആന്റണി, TG രഹന തുടങ്ങിയവർ സംസാരിച്ചു. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കടവലൂർ പഞ്ചായത്ത് 15-ാം വാർഡിലെ യങ് സ്റ്റാർസ് ക്ലബിന് വായനശാല രൂപീകരിക്കാനായി പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. വാർഡ് മെമ്പർ ഉഷ ശശികുമാർ കുട്ടികൾ ശേഖരിച്ച പുസ്തകങ്ങൾ ക്ലബ് സെക്രട്ടറി അജിത് കുമാറിനെ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വൃന്ദ KV അധ്യക്ഷയായ യോഗത്തിൽ വളണ്ടിയർ ആര്യനന്ദ KM സ്വാഗതവും ഷാരോൺ P നന്ദിയും പറഞ്ഞു. 15-ാം വാർഡിലെ വീടുകളിൽ നിന്നും 100ഓളം പുസ്തകങ്ങളാണ് NSS വളണ്ടിയർമാർ ശേഖരിച്ചത്. ലീഡർമാരായ ഗോകുൽ കൃഷ്ണ, ഇമ്മാനുവൽ, ആര്യ KG, അഭിനവ്, ആനന്ദകൃഷ്ണൻ, ഗായത്രി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലം ആഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 6 മുതൽ ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രകോമരം വെളിപാടരുളി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പ്രസിഡന്റ് ശിവരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തിപ്പലശ്ശേരി കസ്തൂർബ കോളനിയിൽ തുടക്കമായി. വിളംബര ജാഥയോടുകൂടിയാണ് ക്യാമ്പ് ആരംഭിച്ചത്. NSS പ്രോഗ്രാം ഓഫീസർ സൗമ്യ MS-ന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ P സുരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ MH ഹക്കീം, അൻസാർ ട്രെയിനിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷൈജ MK, ഷംജിദ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7130 രൂപ, സ്വർണം പവന് 57,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചർമ്മം വെള്ളർക്കാട് ആദൂർ വലിയ പറമ്പിൽ ഖാദർ ഹൃദയാഘാതം മൂലം നിര്യാതനായി. 75 വയസ്സായിരുന്നു. കബറടക്കം ആദൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കുന്നംകുളം കീഴൂർ വീട്ടിൽ പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ ദമയന്തി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം വാതക ശ്മശാനത്തിൽ നടന്നു. മനോജ്, മുരളി, മഞ്ജീഷ്, മഞ്ജുഷ എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര തരികപ്പീടികയിൽ മമ്മു മകൻ അബ്ദുൽ ഖാദർ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തലക്കോട്ടുകര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഫാത്തിമ ഭാര്യയും ഫൈസൽ, ഫസീല, ഫൗസി എന്നിവർ മക്കളുമാണ്. CPM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗം TM അബ്ദുൾ റഷീദ് സഹോദരനാണ്. ചെമ്മണ്ണൂർ നെയ്യൻ ജോയ് മകൻ ലിജോ നിര്യാതനായി. 39 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ലിസി മാതാവും ഫ്രാൻസി ഭാര്യയുമാണ്. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് കൊള്ളന്നൂർ ബിജി നിര്യാതയായി. 51 വയസ്സായിരുന്നു. ജോസ് ഭർത്താവും അഞ്ജു, മഞ്ജു, നവീൻ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11:30 വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും.
ഗുരുവായൂർ താമരൂർ ഹരിദാസ് നഗറിൽ കൈപ്പട പരമേശ്വരൻ നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. അനില ഭാര്യയും വൈഷ്ണവ, നക്ഷത്ര എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി വെസ്റ്റ്മങ്ങാട് കൊളനൂർ ബിജി നിര്യാതയായി 51 വയസ്സായിരുന്നു. ജോസ് ഭർത്താവും അഞ്ജു, മഞ്ജു, നവീൻ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11:30 വെസ്റ്റ്മങ്ങാട് മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരവോടെ വിട നൽകി രാജ്യം. നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. പാലയൂരിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ചാവക്കാട് SIക്ക് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത്തിന്റെ നടപടി നിയമപരമായി ശരിയെന്ന് പോലീസ് റിപ്പോർട്ട്. പാലയൂർ തീർത്ഥകേന്ദ്രം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വർഷങ്ങളുടെ കാത്തിരിപ്പ് സഫലമാകുന്നു. പുന്നിയൂരിൽ ആധുനിക രീതിയിൽ സജ്ജമാക്കുന്ന പഞ്ചായത്ത് ആലാപ്പാലം വാതക ശ്മശാനത്തിന് നിർമ്മാണോദ്ഘാടനം ജനുവരി 2-ന്. നിർമ്മാണോദ്ഘാടനം രാഷ്ട്രീയ മുതലെടുപ്പെന്ന് UDF. പുന്നിയൂർ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. കുടുംബ തർക്കത്തെ തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കാറിൽ പിന്തുടർന്ന് ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് വെച്ചും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി പരിസരത്ത് വെച്ചുമാണ് ദമ്പതികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.